ഒന്നോ രണ്ടോ കോൺഗ്രസ് നേതാക്കന്മാരുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ജില്ലയിലെ പല ഭാഗത്തും അർഹതപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചിട്ടുണ്ട്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് KPCC പുറപ്പെടുവിച്ച സർക്കുലറുണ്ട്. ആ സർക്കുലർ പ്രകാരം ഉള്ള മാനദണ്ഡങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് ജില്ലയിലെ ഒന്നോ രണ്ടോ കോൺഗ്രസ് നേതാക്കന്മാരുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ജില്ലയിലെ പല ഭാഗത്തും അർഹതപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചിട്ടുണ്ട്. അവരുടെ പ്രതിനിധിയായി ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ സമീപകാലത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന തെറ്റായ പ്രവണത, താഴേക്കടയിൽ പ്രവർത്തിക്കുന്ന ജനങ്ങളോടൊപ്പം നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ അവഗണിക്കുന്ന പ്രവണതയ്ക്കെതിരെയുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ എന്നോടൊപ്പം നിൽക്കുന്നത് ഈ നാട്ടിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും അതോടൊപ്പം തന്നെ സാധാരണ ജനങ്ങളുമാണ്. അവരുടെ ആവശ്യവും അവരുടെ ഇഷ്ടാനുസരമാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. ഇത് വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയ തെരഞ്ഞെടുപ്പല്ല. കോൺഗ്രസ് പ്രസ്ഥാനത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള, വയനാട് ജില്ലയിൽ തിരിച്ചുകൊണ്ടുള്ള ഏറ്റവും വലിയ ഒരു പോരാട്ടമായിട്ടാണ് കാണുന്നത്. തുടക്കത്തിൽ അങ്ങനെയായിരുന്നെങ്കിലും ഇന്ന് ഫീൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് സാധാരണ ജനങ്ങൾ എനിക്ക് നൽകുന്ന പിന്തുണ, അവരുടെ എന്നോടുള്ള സമീപനം, നമ്മുടെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട സമീപനം തന്നെയാണ് എനിക്ക് കരുത്തേകുന്നത്. ഒരു തർക്കവും വേണ്ട. ഈ തെരഞ്ഞെടുപ്പിൽ ജനകീയമായ വോട്ടിലൂടെ ജനാഭിലാഷം പ്രതിഫലിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി പനമര ബ്ലോക്ക് പഞ്ചായത്തിലെ പൂതാടി ഡിവിഷനിലെ റിസൾട്ട് വരുമ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെടും. ജനങ്ങൾ കൂടിയുണ്ട്, കോൺഗ്രസ് പ്രവർത്തകർ കൂടിയുണ്ട്, സാധാരണ ആളുകൾ എന്നോടൊപ്പമുണ്ട്. അതാണ് എനിക്ക് ആത്മവിശ്വാസം നൽകുന്നത്. അതാണ് എൻ്റെ ആത്മധൈര്യവും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ജയപ്രതീക്ഷ എന്ന് പറയുന്നത് പരിപൂർണമായ വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുക. കാരണം കഴിഞ്ഞ 2 ടേമിൽ ഈ ബ്ലോക്ക് ഡിവിഷനിലെ 2 വാർഡുകളിൽ ജനപ്രതിനിധിയായിരുന്നു ഞാൻ. ആ കാലഘട്ടത്തിൽ ഞാൻ നടത്തിയുള്ള പ്രവർത്തനങ്ങൾ, ജനങ്ങളോടൊപ്പം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, വികസന രംഗത്ത് ഞാൻ പടാരിക്കുന്ന് വാർഡിൽ മാത്രം കഴിഞ്ഞ പ്രാവശ്യം 5.5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് പറയാൻ പറ്റുന്ന രീതിയിൽ നടത്തിയിട്ടുണ്ട്. അതുതന്നെയാണ് എനിക്ക് കരുത്താകുന്നത്. അതാണ് എൻ്റെ ആത്മവിശ്വാസം. അത് ജനങ്ങൾക്ക് മുഴുവൻ തിരിച്ചറിയുന്നത് കൊണ്ട് രാഷ്ട്രീയത്തിനതീതമായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ അവരോടൊപ്പം നിൽക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എന്നെ വിജയത്തിലേക്ക് നയിക്കാൻ അല്ലെങ്കിൽ എന്നോട് കിട്ടുന്ന വർദ്ധിച്ചു വരുന്ന പിന്തുണയും അതുതന്നെയാണ് തെളിവാകുന്നത്.